SSC RRB പരീക്ഷകൾക്ക് കുറച്ച് കാര്യമായി പഠിക്കുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ SSCയുടെ RRBയുടെ പരീക്ഷകളുടെ പാറ്റേൺ നോക്കിയാൽ നിങ്ങൾക്കറിയാം, വെണ്ടർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ പരീക്ഷാ രീതികളൊക്കെ വന്നു പോയിട്ടുണ്ട്, പുതിയ ചോദ്യങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്. അപ്പൊ ആ പരീക്ഷ എഴുതിയ, കാര്യമായി പഠിച്ച് പരീക്ഷ എഴുതിയ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ QA പാർട്ട് അത്യാവശ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് എളുപ്പമായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. റീസണിങ് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. പക്ഷെ പലപ്പോഴും അവർക്ക് വിനയായത് GA ടോപ്പിക്ക് കുറച്ച് ഡെപ്ത് ആയിട്ട് കയറി ചോദിച്ചിട്ടുണ്ട്. GK പാർട്ട് സാധാരണ SSC പരീക്ഷകളിൽ, RRB പരീക്ഷകളിലൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിനൊക്കെ വിഭിന്നമായിട്ട് കുറച്ച് ഡീപ്പായിട്ട്, ശരിക്കും ഒരു PSC പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന പോലെ GK പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നു, അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഉദ്യോഗാർത്ഥികളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ RRB NTPC പരീക്ഷയായാലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷയായാലും SSC പരീക്ഷയായാലും ഇവിടൊക്കെ പലർക്കും വിനയായത് GK ടോപ്പിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയി, ഡീപ്പായിട്ട് ചോദിച്ചാൽ അതിൽ നിന്നുള്ള ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് എന്നതാണ്. അപ്പൊ അന്ന് മുതൽ നമ്മുടെ യൂട്യൂബിന്റെ ഒക്കെ കമന്റ് ബോക്സിലും ആപ്പിന്റെ കമന്റ് ബോക്സിലും ഒക്കെ ഒരുപാട് പേര് വന്ന് ഫീഡ്ബാക്ക് ആയിട്ടും സജഷൻ ആയിട്ടും ഒക്കെ പറയുന്നതാണ് GK, അതായത് SSC RRB പരീക്ഷകളിലെ GK കുറച്ച് ഡെപ്ത് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് GKക്ക് വേണ്ടി മാത്രം ഒരു ബാച്ച് തുടങ്ങുമെന്ന്. അപ്പൊ നിങ്ങളുടെയൊക്കെ ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് ഈ വരുന്ന ഡിസംബർ 23 മുതൽ SSC പരീക്ഷകളിലെ, RRB പരീക്ഷകളിലെ GK ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു GK ബൂസ്റ്റർ ബാച്ച് ആരംഭിക്കാനായിട്ട് പോകും. അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ കുറേ ഡൗട്ടുകൾ വരാം. ഒന്നാമത്തെ ഡൗട്ട്, ഈ ബാച്ചിൽ എങ്ങനെയാണ് ക്ലാസ്സുകൾ പോവുക, എത്ര നാളാണ് ഈ ബാച്ചിന്റെ വാലിഡിറ്റി? അപ്പൊ SSC RRB പരീക്ഷകൾക്ക് വേണ്ട GK ടോപ്പിക്കുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഇൻഡെപ്ത് ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് റെക്കോർഡായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ തരും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം, റെക്കോർഡാണല്ലോ, അപ്പൊ എന്നെങ്കിലും കണ്ടാൽ മതിയല്ലോ, അപ്പൊ നമുക്കൊരു ഈ പറയുന്ന പോലെ ഒരു ഓർഡറും കാര്യങ്ങളും ഒക്കെ കിട്ടിയില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നാം. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ടെലിഗ്രാം ചാനൽ ആരംഭിക്കും. അതായത് GK ബൂസ്റ്ററിലുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ടെലിഗ്രാം ചാനൽ ആരംഭിക്കും. ആ ടെലിഗ്രാം ചാനലിലൂടെ നമ്മൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അറിയിക്കും. അതായത് ഇത്ര മുതൽ ഇത്ര വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൃത്യമായും ഇത്ര ദിവസത്തിന്റെ അകത്ത് നിങ്ങൾ ഇത് കണ്ടു തീർക്കണം. അങ്ങനെ ഓരോ ടോപ്പിക്കുകളും പൂർണ്ണമായും പഠിച്ചു തീർത്തതിന് ശേഷം നിങ്ങൾക്കത് കണ്ടു തീർക്കാൻ, പഠിച്ചു തീർക്കാൻ ഒരു നിശ്ചിത സമയം തരുന്നു. അത് പഠിച്ചു തീരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ്സും കൂടെ ഓരോ ടോപ്പിക്കിന്റെയും കൂടെ തരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹിസ്റ്ററിയിൽ ഇത്ര പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു നിശ്ചിത സമയം നിങ്ങൾക്ക് തരുന്നു. ആ നിശ്ചിത സമയം തന്നതിനു ശേഷം നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് തീർത്തു എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്കൊരു ലൈവ് ക്ലാസ്സും കൂടെ തരുന്നു. ആ ലൈവ് ക്ലാസ്സിൽ ഇപ്പം നടന്ന SSC പരീക്ഷകളിൽ, RRB പരീക്ഷകളിൽ കുറെ മൾട്ടി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ കഴിഞ്ഞ UPSC പരീക്ഷകളിലൊക്കെ എന്തൊക്കെയാണോ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചത് അതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു റെക്കോർഡർ ക്ലാസ് തരും. ആ ക്ലാസ്സുകളെ ബേസ് ചെയ്തിട്ട് അത് മൊത്തം ഒന്ന് റിവിഷൻ ചെയ്യാനും UPSCയിൽ ഇതുപോലെ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കാനായിട്ടും നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കൂടെ തരും. അങ്ങനെ ഈ റെക്കോർഡർ ക്ലാസ്സുകൾ നിങ്ങൾ കംപ്ലീറ്റ് കണ്ടു തീർത്ത് അതിന്റെ നോട്ട് സെറ്റാക്കി അതിനുശേഷം ഈ ലൈവ് ക്ലാസ് കൂടെ കണ്ടു തീർക്കുമ്പോഴത്തേക്കിന് എല്ലാ അർത്ഥത്തിലും ആ ഒരു ടോപ്പിക്ക് സെറ്റായി മാറും. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, GK പോർഷൻസ് ഇതിനകത്തിൽ പ്രധാനമായിട്ടും ഉള്ളത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പിന്നെ കുറെ അധികം സ്റ്റാറ്റിക് GK കണ്ടന്റുകൾ, അതുപോലെ തന്നെ ജനറൽ സയൻസിന്റെ ഭാഗത്ത് വരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇത്രയും ടോപ്പിക്കുകളുടെ ക്ലാസ് വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ ഡെപ്ത് ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് തരിക. ഇതിൽ നിന്ന് ഏത് രീതിയിൽ ചോദ്യം വന്നാലും ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ കഴിഞ്ഞ പുതിയ പരീക്ഷാ രീതികളൊക്കെ വെച്ച് പുതിയ ചോദ്യങ്ങളെ ഒക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ ക്ലാസ്സുകളും ഇതിനകത്ത് തരിക. അപ്പൊ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ GK പോർഷൻ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന അടുത്ത ഒരു ഡൗട്ട്, എത്ര കാലം നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് കാണാനായിട്ട് പറ്റും? 23 മുതൽ കൃത്യം 1 വർഷമായിരിക്കും ഈ ഒരു ബാച്ചിന്റെ വാലിഡിറ്റി ഉള്ളത്. ഒരു 6-7 മാസം കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടും.
കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടും. എല്ലാ കാര്യവും ഒരു 6-7 മാസത്തിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കും. പിന്നെ ഒരു വർഷം വരെ, അതായത് ഡിസംബർ 23 മുതൽ അടുത്ത ഡിസംബർ 23-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ ആക്സസ് ലഭ്യമായിരിക്കും. പിന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം, ആരൊക്കെയാണ് ഈ ബാച്ചിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുക? നോർമലി നിങ്ങൾക്ക് SSC RRB പരീക്ഷകളുടെ റെഗുലർ ബാച്ചുകളിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന വിഷ്ണു സജീവൻ സാറ്, ആർദ്ര മിസ്, സയൻസ് കൈകാര്യം ചെയ്യുന്ന അജയ് സാറ്, ഇവർ 3 പേരും വളരെ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് ക്ലാസ് തരാനായിട്ടുണ്ടാവും. അവരോടൊപ്പം തന്നെ നമ്മുടെ PSC പരീക്ഷകളിൽ ഈ ടോപ്പിക്കിന്റെ ഒക്കെ സ്പെഷ്യലിസ്റ്റുകളായ നമ്മുടെ ആനന്ദ് സാറ്, അനന്തു സാറ്, ശരത് സാറ്, എബിൻ സാറ്, സൂരജ് സാറ്, സ്റ്റാറ്റിക് GK പോർഷനുകൾ കൈകാര്യം ചെയ്യാനായിട്ട് പ്രമോദ് സാറ്, ഇവരൊക്കെ ഈ ഒരു ബാച്ചിന്റെ ഭാഗമായി നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇവരൊക്കെയാണ് ഈ ഒരു ബാച്ചുകളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുക. പിന്നെ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം, ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ക്ലാസ്സുകൾ തന്നു തീർന്നു പോയി, അത് നമ്മൾ പഠിച്ചോ ഇല്ലയോ എന്നൊക്കെ അനലൈസ് ചെയ്യുന്നത് ഈ ബാച്ചിലുള്ള പരീക്ഷകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതെ, കൃത്യമായും ഓരോ ടോപ്പിക്കുകൾ തീർന്നതിന് ശേഷം ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കൃത്യമായും ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓരോ ടോപ്പിക്കുകൾ തീർന്ന ശേഷവും നമ്മൾ ഓൾറെഡി ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞു ഈ ബാച്ചിന് വേണ്ടിയിട്ട്. ആ ടെലിഗ്രാം ചാനലിൽ നിങ്ങളോട് പറയും ഇത്ര മണിക്ക് ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ടെസ്റ്റ് ആപ്പിൽ ഉണ്ടാവും, നിങ്ങൾക്ക് അത് വന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആ സമയത്ത് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അറിയാനായിട്ട് പറ്റും. ഇനി അതല്ല, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ടെസ്റ്റ് അവിടെ ഉണ്ടാവും. നിങ്ങൾ എപ്പോഴാണോ പഠിച്ചു തീർക്കുന്നത് ആ ക്ലാസ് കണ്ട്, അതിന്റെ ലൈവ് ക്ലാസ്സുകളൂടെ കണ്ട്, ആ ടോപ്പിക് ടെസ്റ്റ് കൂടെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ടോപ്പിക്ക്, അതായത് GK പോർഷൻസ് സെറ്റ് ആയിരിക്കും. അങ്ങനെ ഓരോ ടോപ്പിക്കിനും ടോപ്പിക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഇത് കൂടാതെ ഓരോ അധ്യാപകരും ക്ലാസ് എടുക്കുന്ന സമയത്ത് അവര് ആ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സ്ലൈഡായിട്ട് ആ ക്ലാസ്സിന്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ദെൻ പൂർണ്ണമായും മുമ്പേ പറഞ്ഞതുപോലെ ഓരോ ടോപ്പിക്ക് തീരുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു PDF ഫോർമാറ്റിലുള്ള ഒരു DPP ഫോർമാറ്റും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് ക്ലാസിന്റെ നോട്ട് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. ആ ക്ലാസ്സിൽ തന്നെ ഏറ്റവും റിപ്പീറ്റ് വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചേർത്ത് വെച്ചുള്ള വേറൊരു PDF കൂടെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ കൊണ്ടുപോവുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ GK ബാച്ചിന്റെ, GK ബൂസ്റ്റർ ബാച്ചിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഒരു വർഷം SSC RRB പരീക്ഷകളെ പ്രതീക്ഷിച്ചുകൊണ്ട് കുറേ പരീക്ഷകൾക്ക് വേണ്ടി കാര്യമായി പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. പുതിയൊരു വർഷം വരുന്നു, അപ്പൊ SSCയുടെ കലണ്ടർ വരാനായിട്ട് പോകുന്നു. RRBയുടെ കുറെ പരീക്ഷകൾ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഫോക്കസ് ചെയ്ത് അടുത്ത ഒരു വർഷം മികച്ച ഒരു ജോലിക്ക് വേണ്ടി നന്നായി എഫോർട്ട് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ബാച്ചാണിത്. അപ്പൊ അടുത്ത പരീക്ഷകളൊക്കെ എഴുതി കഴിയുമ്പോൾ QA എളുപ്പമായിരുന്നു, റീസണിങ് എളുപ്പമായിരുന്നു, GK കുറച്ച് ഡെപ്ത് ആയിട്ട് ചോദിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു കമന്റുകളൊക്കെ നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ബാച്ച് ചെയ്യുന്നത്. അപ്പൊ GA പോർഷൻസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, GK പോർഷൻസ് പാടാണ് എന്ന് തോന്നുന്നവർക്ക് ധൈര്യമായി ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. SSC RRB പരീക്ഷകളുടെ GK ഇനി നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ലാതായി മാറും. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ള നിങ്ങളുടെ തീരുമാനം ഒരു വലിയ ചരിത്രമായി മാറട്ടെ. ഒരു സെൻട്രൽ ഗവൺമെന്റിൽ, ഇന്ത്യൻ റെയിൽവേയിൽ ഒരു മികച്ച ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം ഈ ബാച്ചിലൂടെ സാധ്യമാകട്ടെ. താങ്ക് യു.